ചങ്ങായിമാരെ, ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിവ്യൂ ഇടുന്നതെന്ന് അറിയാം, പക്ഷെ നേരത്തെ കാണണമെന്ന് വെച്ചിരുന്നു. പക്ഷെ കുറച്ച് സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, കാണാൻ പറ്റിയില്ല നേരത്തെ. പക്ഷേ നമ്മൾ കണ്ട് ഫൈനലി. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സിനിമ ആദ്യമേ തന്നെ എനിക്ക് സിനിമേൻ്റെ പറയാനുള്ളത്, സിനിമ ടെക്നിക്കലി കിടിലമാണ്. കിടിലെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. അതിന് DOP ആയാലും ശരി, ഇനി എഡിറ്റിംഗ് ആയാലും ശരി. എഡിറ്റിങ് ചെമ്മൻ ചാക്കോയാണ്. ചെമ്മൻ ചാക്കോൻ്റെ റീസെൻറ്റ് മൂവീസ് എടുത്ത് നോക്കിയാൽ അറിയാം പുള്ളീൻ്റെ കഴിവ്. ബ്രൊമാൻസ് പിന്നെ സിനിമ കൊള്ളത്തില്ലെങ്കിലും അതിൻ്റെ എഡിറ്റിങ് കിടിലുമായിരുന്നു. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ ചാവേർ, അങ്ങനെ നല്ലോണം എടുത്തു പറയാവുന്ന നല്ല സിനിമകളുടെയൊക്കെ എഡിറ്ററാണ് ചെമ്മൻ ചാക്കോ. അതുകൊണ്ട് ഈ സിനിമയിലും പുള്ളിക്കാരെ നല്ലോണം കസറിയിട്ടുണ്ട്. കിട്ടിൽ എഡിറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല. നല്ല ഫാസ്റ്റായിട്ടാണ് പോണത്. പിന്നെ ഈ സിനിമേൻ്റെ മ്യൂസിക് എനിക്ക് തോന്നുന്നു റിസിയാണ് ചെയ്തേക്കുന്നത്. കിട്ടിലായിട്ടുണ്ട്, കിട്ടില്ല സാധനം. എസ്പെഷ്യലി ഒരു നെപ്റ്റ്യൂൺ എന്നൊക്കെ പറയുന്നൊരു പാട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അത് തിയേറ്ററിൽ കേൾക്കണം മുന്നേ ഞാൻ കേൾക്കാറുള്ള പാട്ടാണ്. എനിക്കത് തിയേറ്ററിൽ കേട്ടപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായി. അതൊക്കെ കിടിലം പാട്ടായിരുന്നു. മ്യൂസിക്കെല്ലാം പൊളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി കിടിലമാണ് ഈ പടം. ഇനി സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിലും നമ്മളുടെ മലയാളത്തിൽ അങ്ങനെ ഡിറ്റക്റ്റീവ് പടങ്ങൾ വന്നിട്ട് CBI ഡയറിക്കുറിപ്പ്, അതൊക്കെ മമ്മൂട്ടീൻ്റെ പണ്ടത് ഡിറ്റക്റ്റീവായിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഡിറ്റക്റ്റീവ് മൂവി. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. ഭയങ്കര ഓവർ ദ ടോപ്പ് അടിപൊളി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം സിനിമ അവർ ഈ ഇൻ്റർവ്യൂവിലൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ അതേ കൂട്ടാണ്. ടെക്നിക്കലിയും ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയൊരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇനി നമ്മുടെ യൂട്യൂബിൽ നിന്ന് മറ്റേ അമീനും നിഹാലും ഒക്കെ ഉണ്ട്, അവരുടെ ടീമുകളുണ്ട്. അതിനകത്ത് എനിക്ക് അവരുടെ ആ ഒരു ടീമിനകത്ത് നിഹാലിനെ ആയിരുന്നു അണ്ടിക്കുരുടൻ എന്ന് പറയുന്ന റോൾ അതിന് പുള്ളിക്കാരൻ ചെയ്യണ ആ റോള് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ത്രൂ ഔട്ട് കോമഡി പടമല്ല, ഇതിനകത്ത് സിറ്റുവേഷൻ കോമഡീസ് മാത്രമേ ഉള്ളൂ. അതും ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സിനിമ ഇതാണ്, ഫുള്ള് സീരിയസ് മൂഡാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് വലിയ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് നല്ലോണം കാണാനൊക്കെ ഉണ്ട്. കുറച്ച് സർപ്രൈസിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബൂഗിമാൻ, ആ ഒരു കില്ലർ, ആ ഒരു വില്ലൻ്റെ ആ ഒരു ഇത് കൊള്ളാം. ആ ഒരു ക്യാരക്ടർ കൊള്ളായിരുന്നു. പക്ഷേ ക്യാരക്ടർ ചെയ്ത ആളെ കുറച്ചും കൂടി നല്ല ഒരാളെ കാസ്റ്റ് ചെയ്യാമായിരുന്നു ഈ പ്രൊഡക്ഷന് വീക്കെൻഡിന്. ആ കുഴപ്പമില്ല. പിന്നെ ഈ സിനിമേൻ്റെ ഇതൊരു യൂണിവേഴ്സാണല്ലോ, മിന്നൽ മുരളീൻ്റെ ഒരു റെഫറൻസ് കാണിച്ച് പോകുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ കാണുക പോകുന്നുണ്ട്. പിന്നെ അടുത്ത പടത്തിൻ്റെ ഗ്ലിംസും ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. സാംബി എന്ന് പറയുന്ന ഒരു പടം. നമ്മുടെ മലയാളത്തിലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് വന്നതിൽ സന്തോഷം. എന്തായാലും നിങ്ങളെല്ലാം ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും. OTT വന്ന് നിങ്ങൾ ചിലപ്പം കുറ്റം പറയുമായിരിക്കും, പക്ഷേ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ വേറൊരു അറ്റ്മോസാണ്, വേറൊരു ഫീലാണ്. എന്തായാലും ഞാൻ ഇത് നിങ്ങളടുത്ത് തിയേറ്ററിൽ പോയി കാണാനേ പറയത്തുള്ളൂ. കാരണം ഇതിന് അങ്ങനത്തെ ഒരു സിനിമയാണിത്. കാരണം അത് എനിക്ക് മാത്രമാണോ ആ ഇത് തോന്നിയെന്ന് അറിയില്ല. കാരണം എനിക്ക് നല്ലോണം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ഈ ഒരു സിനിമയ്ക്ക്. വിഷ്വലായാലും ശരി, അത് ഭയങ്കര വലിയ വിഷ്വലൊന്നുമില്ല, പക്ഷെ ഉള്ളത് വെച്ച് കിട്ടിലാക്കി വെച്ചിട്ടുണ്ട് സിനിമ. അന്നേരം പെർഫോമൻസും കൊള്ളാം. ധ്യാൻ ശ്രീനിവാസൻ്റെ ഓവറോൾ കൊള്ളാം സിനിമ. ഒരു എബവ് ആവറേജ്, ഒരു ഡീസൻറ്റ് സിനിമ എന്നൊക്കെ നമുക്ക് പറയാം. അന്നേരം ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.